യുവർ ഓണർ, ഐ ആം അപ്പിയറിംഗ് ഫോർ ദി അക്യൂസ്ഡ്, യുവർ ഓണർ. പ്രിയങ്കയുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ സംഭവിച്ചു പോയതാണ്. റിമാൻഡ് ചെയ്യപ്പെട്ട ദിവസം പ്രിയങ്കയ്ക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലായിരുന്നതുകൊണ്ടും സാഹചര്യ തെളിവുകൾ എതിരായിരുന്നതുകൊണ്ടും പ്രിയങ്ക കുറ്റവാളിയാണെന്ന് വിലയിരുത്തുകയായിരുന്നു. അത് മറിച്ചാണെന്ന് തെളിയിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ അനുമതി വേണം. യെസ്, പ്രൊസീഡ്. താങ്ക് യു, യുവർ ഓണർ. പ്രതാപൻ ക്രിസ്റ്റി. അതെ. എത്ര നാളായി നിങ്ങൾ സിനിമയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 15 വർഷമായി. ഈ 15 വർഷവും സ്റ്റണ്ട് മാസ്റ്റർ രവീന്ദ്രന്റെ കൂടെ തന്നെയായിരുന്നോ നിങ്ങൾ വർക്ക് ചെയ്തിരുന്നത്? അതെ. അദ്ദേഹവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ ഗുരുവാണ് സർ. ഞങ്ങൾ ഞങ്ങളുടെ ജീവനെ പോലെയാ കാണുന്നത്. കഴിഞ്ഞ മാസം 16-ാം തീയതി സേനാനി എന്ന സിനിമയുടെ സെറ്റിൽ നിങ്ങൾ ഈ പറയുന്ന സ്റ്റണ്ട് മാസ്റ്റർ രവീന്ദ്രനുമായി വാക്കേറ്റമുണ്ടായില്ലേ? ഉണ്ടായി. വാക്കേറ്റം മാത്രമല്ല, സ്റ്റണ്ട് മാസ്റ്റർ രവീന്ദ്രന് നേരെ ഈ നിൽക്കുന്ന നിങ്ങൾ കൈ ഉയർത്തുകയും ചെയ്തു. യുവർ ഓണർ, കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പ്രതിഭാഗം വക്കീല് ചോദിക്കുന്നത്. എന്റെ ചോദ്യങ്ങൾക്ക് ഈ കേസുമായി ബന്ധമുള്ളതാണ്, യുവർ ഓണർ. യെസ്, പ്രൊസീഡ്. താങ്ക് യു, യുവർ ഓണർ. കഴിഞ്ഞ ദിവസം ആ സിനിമാ ലൊക്കേഷനിലുണ്ടായ ആ സംഭവം സിനിമാ സംഘടനകൾ പറഞ്ഞു തീർക്കുകയായിരുന്നു അല്ലേ? തുടർന്ന് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറായെങ്കിലും ഒരവസരം കിട്ടിയാൽ അദ്ദേഹത്തോട് പകരം വീട്ടണമെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. യുവർ ഓണർ, വാസ്തവത്തിൽ സംഭവിച്ചത് ഇതാണ്. രാധിക അഭിനയിക്കുന്ന ലൊക്കേഷനിലെത്തിയ പ്രിയങ്കയെ പഴയ പരിചയം പുതുക്കി ഇവർ രണ്ടുപേരും കാണുകയായിരുന്നു. യുവർ ഓണർ, ബഹുമാനപ്പെട്ട എതിർഭാഗം അഡ്വക്കേറ്റ് കേസിൽ ആവശ്യമില്ലാത്ത നൂലാമാലകൾ സൃഷ്ടിച്ചെടുക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും കുറ്റവാളിയെ രക്ഷിച്ചെടുക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അങ്ങയുടെ ഉപദേശത്തിന് നന്ദിയുണ്ട് വക്കീലെ. എന്റെ വാദങ്ങൾ ശരിയാണെന്ന് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. പറയൂ പ്രിയങ്ക, പ്രിയങ്ക ഇവർക്ക് പണം കൊടുക്കുന്ന വിവരം മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. ആർക്ക്? എന്റെ ചേച്ചി രാധികയ്ക്ക്. ബഹുമാനപ്പെട്ട കോടതി, ഈ പ്രതി പറയുന്നത് പച്ചക്കള്ളമാണ്. ദുർഘടം പിടിച്ച ഒരു സീനിന്റെ ഒരുക്കങ്ങളിൽ നിന്നിരുന്ന രാധികയ്ക്ക് ഈ പണം കൊടുക്കുന്നത് അറിയാമായിരുന്നു എന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. പക്ഷേ ആ സത്യം വിളിച്ചു പറയാൻ, തന്റെ അനുജത്തിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ രാധിക നേരിട്ട് കോടതിയിൽ ഹാജരായാലോ? അതൊരിക്കലും സംഭവിക്കില്ല. സംഭവിക്കും. ബഹുമാനപ്പെട്ട കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് രാധികയ്ക്ക് അവസരം കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. രാധിക, പ്ലീസ് കം.